ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ അതേപോലെ ഡിപ്ലോമാറ്റിക് ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് ഇറാൻ ഇന്ത്യ റിലേഷൻഷിപ്പ് അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലൊക്കെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ളൊരു നിലപാടുണ്ട്. ഇറാൻ ഇന്ത്യയോട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ തുടരെ ഇന്ത്യൻ ഷിപ്പുകൾ മാത്രം ഇറാൻ ആക്രമിക്കാതെ കടത്തിവിട്ടിട്ടുണ്ട്. അതിൽ ഇടയ്ക്ക് 1-2 ഷിപ്പുകൾക്ക് മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നടത്തിയത്? അതിൻ്റെ മെസ്സേജ് എന്തായിരുന്നു? ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യ ചെറിയൊരു ഡിപ്ലോമാറ്റിക് ടിൽറ്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേയിൽ ഇറാൻ്റെ സുപ്രീം ലീഡർ വധിക്കപ്പെടുകയാണ്. ഇതൊരു നിർണായക പോയിന്റാണ്. ഇതിന് ഇന്ത്യക്ക് പങ്കുണ്ട് എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യയോടുള്ള ഇസ്രായേൽ ബന്ധത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. 2, ഇൻഡയറക്ട്ലി അത് അമേരിക്കയ്ക്ക് അനുകൂലവുമായിരുന്നു. കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സംസാരിച്ചത് ഹമാസിനെ കുറിച്ചാണ്. ഹമാസ് ഇറാൻ പോറ്റി വളർത്തുന്ന ഒരു പ്രോക്സിയാണ്. അപ്പോൾ ലിറ്ററലി ഇറാനെതിരെ സംസാരിച്ചതായിട്ട് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഡിപ്ലോമാറ്റിക്കലി അങ്ങനെ കരുതാൻ ഇറാന് കഴിയുകയില്ല. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് മാത്രം ഒരു ഫ്ലെക്സിബിലിറ്റി ഇറാൻ കീപ്പ് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാണെന്ന് പറഞ്ഞാൽ അത് ചൈനയും റഷ്യയുമാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, അബ്ബാസ് അറക്ചി കൃത്യമായിട്ട് പാകിസ്ഥാനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. എന്താണ് മെസ്സേജ്? ആക്സിയോസ് എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇറാൻ പറയുകയാണ്, ഇറാന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ യുറേനിയം എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പം നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ ബ്ലോക്കേഡ് മാറ്റുക, യുദ്ധം അവസാനിപ്പിക്കുക, ഞങ്ങളും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യാം എന്നാണ് ഇപ്പം ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് പ്രൊപ്പോസലായിട്ട് ആക്സിയോസ് പറയുന്നത്. ഇറാന്റെ മീഡിയയിൽ എവിടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നില്ല. ഇത് തികച്ചും അമേരിക്കയുടെ ആക്സിയോസ് എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയയിലാണ് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആധികാരികമായിട്ട് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. ഇറാന്റെ സൈഡിൽ ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ നെറേറ്റീവ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഈ യുറേനിയം എൻറിച്ച്മെന്റ് അതാണ് ഇവിടെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് വരുന്നത്. ഇറാൻ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാനുള്ള കാരണം തന്നെ ഈ യുറേനിയം എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പരാമർശമുണ്ട്. ഇതിൽ അമേരിക്ക ഒരിക്കലും ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇറാൻ തന്നെ ആയിരിക്കണം ഈ പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു 90% അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്, അങ്ങനെ തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു വാർത്ത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത് മുഖവിലേക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ പാകിസ്ഥാൻ ത്രൂ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നേരെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ റഷ്യയിൽ എത്തിയിട്ടുണ്ട്, മോസ്കോയിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഇറാന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ് എന്താണ്, ഇറാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ, ഇറാൻ ഇന്ത്യയെ ഒരു ശത്രുവായിട്ട് കണക്കാക്കുന്നില്ല. ഇന്ത്യയും ഇറാനെ ശത്രുവായി കണക്കാക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. ഇതിനെ ഇസ്രായേൽ അമേരിക്ക ആ പെർസ്പെക്റ്റീവിൽ നോക്കി കാണേണ്ട കാര്യമില്ല. കാരണം ഇത് പ്യൂർലി ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യക്ക് വളരെ അടുത്ത് തന്നെയുള്ള ചാബഹാർ പോർട്ട്, സെൻട്രൽ ഏഷ്യയിലേക്ക് ഇന്ത്യക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ചരക്ക് ഗതാഗതം നടത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോർട്ടാണ് ചാബഹാർ പോർട്ട്. നമ്മളുടെ പൂർണ്ണ അധീനതയിൽ ഉപയോഗിക്കാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇറാൻ. അത് നമുക്ക് ഇപ്പോഴും 10 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ജസ്റ്റ് ഒരു പേയ്മെന്റ് നടത്തിയാൽ അത് നമുക്ക് പുതുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ തടസ്സം നിൽക്കുന്നത് അമേരിക്കയാണ്. കാരണം ഇറാന്റെ സകലമാന ട്രാൻസാക്ഷൻസും സാങ്ഷൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യയെ ബാധിക്കും. അവിടെയാണ് ഇന്ത്യ ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കാണ്ട് ഒരു ടിൽറ്റ് കാണിക്കുന്നത്. അമേരിക്കൻ സൈഡിലേക്ക് ഒരു ചായ്വ് ഇപ്പോൾ കുറച്ചൊരു 1-2 മാസങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലും അമേരിക്കയും ഇറാനെ ഞങ്ങൾ അടിച്ചൊതുക്കി മൂലയിലാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനെ തുടർന്നാണ് പകുതിമുക്കാൽ രാജ്യങ്ങളും ഇറാനെതിരെയുള്ള നിലപാടെടുത്തതും. കാരണം അവിടെ ഭരണമാറ്റം സംഭവിക്കും, റെജീം ചേഞ്ച് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ലോകരാജ്യങ്ങളെ പറ്റിച്ചു, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും പറ്റിച്ചു. ഇതാണ് സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ ട്രംപ് മലക്കം പറഞ്ഞിട്ട് അതേ IRGC റെജീമിനോട് തന്നെ ഇപ്പം നെഗോസിയേഷന് വേണ്ടിയിട്ട്
ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇപ്പൊ അമേരിക്ക കുറച്ച് ഉഷാറായിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി ടെലിഫോൺ കോൺവെർസേഷൻ നടത്തി കൺഫേം ചെയ്തിട്ട് ഇറാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ അമേരിക്കൻ ടീം ഇനി നെഗോസിയേഷന് വരികയുള്ളൂ. പാകിസ്ഥാനിലായാലും എവിടെയായാലും അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒമാന്റെ അടുത്തും ഇത് പറഞ്ഞു കഴിഞ്ഞു, പാകിസ്ഥാന്റെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഖത്തറും കൂടി മീഡിയേഷനിലേക്ക് എടുത്ത് ചാടുകയാണ്. ഖത്തറിന്റെ മീഡിയേഷൻ ഇറാന്റെയും അതേപോലെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് വളരെ അത്യാവശ്യമാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഖത്തറിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. എല്ലാവരും മീഡിയേറ്റേഴ്സ് ആണ് ഇപ്പോൾ. അപ്പൊ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എവിടെയും വരാൻ തയ്യാറല്ല, ആദ്യം ഇറാൻ ഫോണിലൂടെ സംസാരിച്ച് കൺഫേം ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയാന്ന് വെച്ചാൽ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ഡിസിഷനാണ് ഇത്തവണ ട്രംപ് എടുത്തിരിക്കുന്നത്. ഇനി ഇറാൻ എങ്ങനെയാണ് ഇന്ത്യയെ ബാലൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ ഡിപ്ലോമസിയിൽ ഒരു ബാലൻസ് ആണ്. അതായത് ചൈന ഏറ്റവും കൂടുതൽ, റഷ്യക്ക് ഒരുപാട് ഇപ്പം ഇറാനെ സഹായിക്കാൻ പറ്റില്ല. INSTC എന്ന് പറഞ്ഞൊരു കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യ കുറച്ച് പ്രോജക്റ്റുകൾ അവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത്. അത് ഏതാണ്ട് പകുതിയിലേറെ നടപ്പിലായതുമാണ്. ഇപ്പൊ യുദ്ധം തുടങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ വരുന്ന മെയ് മാസത്തോടു കൂടി INSTC കോറിഡോർ ലോഞ്ച് ചെയ്യേണ്ട മാസമായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കോറിഡോറിനെയും തച്ച് തകർത്തത് ട്രംപ് തന്നെയാണ്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അടുത്ത് റഷ്യ ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പരിമിതികളുണ്ട്. റഷ്യക്ക് പരിമിതികളുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് അമേരിക്കയ്ക്ക് തന്നെ പരിമിതികളുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ഉക്രൈൻ ആയുധങ്ങൾ കൊടുക്കാനുള്ള ആ സ്ഥിതിയിലല്ല അമേരിക്ക ഉള്ളത്. ഇപ്പം അമേരിക്കയുടെ ആയുധങ്ങൾ വേറെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈൻ ആയുധങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക തീർത്ത് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ പക്കൽ കൊടുക്കാൻ ആയുധങ്ങളുണ്ട്, ഇല്ല എന്നില്ല, പക്ഷേ അവർ ഉക്രൈന് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, അത്ര. ഇനി ഉക്രൈൻ ഏത് തരത്തിൽ ഉരുണ്ട് മറിഞ്ഞ് അമേരിക്കയുടെ പോയി ചോദിച്ചാലും ആയുധങ്ങൾ ഇനി കൊടുക്കുന്നില്ല അമേരിക്ക, അത് തീരുമാനിച്ചു കഴിഞ്ഞു. 90 ബില്യൺ യൂറോ യൂറോപ്പിൽ നിന്ന് വരുമല്ലോ, അതും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ ഇത് പാസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി പിച്ച് ചീന്തി എൻ്റെ അടുത്ത് ഇന്ന ആയുധമുണ്ട്, എൻ്റെ അടുത്ത് ഇന്ന ബോംബുണ്ട്, എൻ്റെ അടുത്ത് ഇന്ന ഇമ്മ്യൂണിഷൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഉക്രൈന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ പൈസ ആ രാജ്യങ്ങൾ വാങ്ങിച്ചിട്ട് അതിന് പകരം ഇങ്ങനത്തെ കുറച്ച് വെടിക്കോപ്പുകളൊക്കെ കൊടുക്കുമായിരിക്കും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സെലൻസ്കിക്ക് നല്ല ആശങ്കയുണ്ട്, ഈ പൈസ പൂർണ്ണമായിട്ടും കിട്ടുമോ, നമുക്കിത് പുട്ടടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. ഇന്ന് മോൾഡോവയിലെ പ്രസിഡന്റ് ഉക്രൈൻ സന്ദർശിച്ചിരിക്കുകയാണ്. മിയ ഷാന്റോ ഇപ്പോൾ പോയിട്ട് പറഞ്ഞിരിക്കുന്നത് ഉക്രൈന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ എതിർത്തുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് മിയ ഷാന്റോ അവിടെ പോയിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് മാൾഡോവ ഒരു ന്യൂട്രൽ പൊസിഷനായിരുന്നു എടുത്തിരുന്നത്. ഇപ്പം മിയ ഷാന്റോ വിജയിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ അതേപോലെ ഉക്രൈനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് യൂറോപ്പിന് വഴങ്ങുന്ന രീതിയിലുള്ള ഒരു ലീഡറായിട്ടുള്ള മിയ ഷാന്റോയെ പ്രൊമോട്ട് ചെയ്ത് അവിടെ വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം അത് ഇതിന് വേണ്ടിയിട്ടാണല്ലോ, അതിന്റെ കൂർ എന്തായാലും അവർ കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. ജോർദാൻ കിങ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് ഇറാന് വേണ്ടിയിട്ട് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇപ്പം മീഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് പുള്ളിക്കാരൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഖത്തർ, തുർക്കി, ഒമാൻ ഈ രാജ്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നത് അറബ് രാജ്യങ്ങളുടെ മേളിൽ നടത്തിയ ആക്രമണത്തിനെ ഗണ്ണിക്കണം, അതിലുപരിയായിട്ട് ഇനി അറബ് രാജ്യങ്ങൾക്ക് മേളിൽ ആക്രമണം നടത്തില്ല എന്നുള്ള ഉറപ്പ് ഇറാൻ്റെ അടുത്ത് വാങ്ങിക്കണം, എന്നിട്ട് വേണം നിങ്ങൾ മീഡിയേഷന് പോകാൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്, വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ജോർദാന്റെ കിങ് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പറയേണ്ട കാര്യം വെട്ടി തുറന്ന് തന്നെ പറയണം. അത് പുള്ളിക്കാരൻ സൂപ്പറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ അബ്ബാസ് അരക്ചി എല്ലാം തന്നെ നോർമലായ സ്ഥിതിയിൽ പെട്ടെന്ന് ഓടി നടക്കുകയാണ്. തുർക്കിയിൽ പോകണമെന്ന് പറയുന്നു, ഒമാനിൽ വന്നിറങ്ങുന്നു, പാകിസ്ഥാനിൽ പോകുന്നു, ഇപ്പോൾ റഷ്യ വിസിറ്റ് ചെയ്യുന്നു. അതായത് അവരുടെ രാജ്യത്ത് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, എല്ലാം വളരെ നോർമലാണ് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്ന ഒരു സ്ട്രാറ്റജി. അതാണ് ഇപ്പോൾ ഇറാൻ ഫോളോ ചെയ്യുന്നത്. പാകിസ്ഥാന്റെ മീഡിയേഷനിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് വിശ്വാസമില്ല, ഇറാനും വിശ്വാസമില്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഈ മീഡിയേഷൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ട്രംപിന്റെ ഒരേ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് പാകിസ്ഥാനിൽ ഈ മീഡിയേഷൻ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ട്രംപിന്റെ ചൊൽപ്പടിക്ക് ഡാൻസ് കളിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് സോമാലിയയിലെ കടൽക്കൊള്ളക്കാർ രണ്ടാമതൊരു ഷിപ്പിനെയും കൂടി റാഞ്ചിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതായത് ഇത് ശരിക്കും ചരക്ക് കപ്പലാണ്, ഒരു കാർഗോ ഷിപ്പിനെയാണ് അവരിപ്പം റാഞ്ചിക്കൊണ്ട് പോയിരിക്കുന്നത്. കുറെ മാസങ്ങൾക്ക് ശേഷം അബ്രഹാം ലിങ്കന്റെ ലൊക്കേഷൻ സ്പോട്ട് ചെയ്തുകൊണ്ടുള്ള ലൊക്കേഷൻ മാപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ചബഹാർ പോർട്ടിൽ നിന്നും റീച്ചബിൾ ഡിസ്റ്റൻസിലാണ് അബ്രഹാം ലിങ്കൻ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ലൊക്കേഷൻ മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറാൻ ഇന്ത്യയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമേ നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പൊ ഇതില് ഇറാൻ ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ്? ഇന്ത്യയിൽ ഒരുപാട് അവരുടെ ഷിയ മുസ്ലിംസ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയിൽ നിന്നും നല്ല സപ്പോർട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിൽ ഫണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കശ്മീർ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ഹെൽപ്പ് ഇറാനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തുടരെ ഇന്ത്യ ഇറാനിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. മറ്റൊരു തരത്തിൽ നമ്മൾ ഇസ്രായേലിനോടൊപ്പം നമ്മുടെ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്,
അതുപോലെ ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണങ്ങളെ നമ്മൾ ചേർത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നിലപാട് അതിനെതിരാണ്. എന്നാൽ ഇന്ത്യ അമേരിക്കയുടെ ഫ്രണ്ട് അല്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അമേരിക്കയുടെ ഫ്രണ്ട് അല്ല, അമേരിക്കയുടെ അലയല്ല. അമേരിക്കയുമായിട്ട് നമുക്കുള്ളത് ട്രേഡ് പാർട്ട്ണർഷിപ്പാണ്. അതേപോലെ ഇൻഡോ പസഫിക് മേഖലയിലുള്ള സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ക്വാഡിൽ ഇന്ത്യ മെമ്പറാണ്. അതേസമയം ഇന്ത്യ ബ്രിക്സ് മെമ്പറാണ്. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. റഷ്യ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് റഷ്യ തുടർന്നിരുന്നത്. സോവിയറ്റ് എറ അവസാനിച്ചതോടുകൂടി ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു ബാക്ക്ലാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 1991 നരസിംഹറാവു ഭരിച്ചിരുന്ന സമയത്ത് നമ്മളുടെ ഗോൾഡ് പണയം വെച്ച് IMF-ൽ നിന്നും ലോൺ എടുത്ത രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഫ്രണ്ട് നഷ്ടപ്പെട്ടത് സോവിയറ്റ് നശിച്ച സമയത്താണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി സ്ലൈറ്റ്ലി ഓപ്പൺ ആയി തുടങ്ങിയത്. അതിനു മുമ്പ് ക്ലോസ്ഡ് പോളിസി ആയിരുന്നു. കാരണം സ്വാതന്ത്ര്യം ലഭിച്ച് നമ്മൾ വളരെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ട് സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതിൽ നിന്നും സ്ലോലി ഓപ്പൺ ചെയ്തു വന്ന നരസിംഹറാവിന് വലിയ പങ്കുണ്ട് ഇതിനകത്ത്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് മൻമോഹൻ സിംഗിനെ പോലത്തെ ആൾക്കാരൊക്കെ വല്ലാത്ത രീതിയിലുള്ള പോളിസി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഇന്ത്യൻ എക്കോണമി ഫോറിൻ പോളിസിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഡെഫിനിഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട അഴിച്ചുപണികളൊക്കെ നടത്തിയിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം മോദിയുടെ ഭരണകാലത്താണ് കുറച്ചുകൂടെ ഓപ്പൺ ഡിപ്ലോമസിയും അതുപോലെ ഫോറിൻ പോളിസിയൊക്കെ നമ്മളിപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അൺഡിനേബിൾ ആയിട്ടുള്ള ട്രൂത്താണ്, അതിൽ യാതൊരു മാറ്റവും. അപ്പൊ ഇന്ത്യയുടെ റിസോഴ്സ് എന്ന് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷനാണ്. ഇന്ത്യയുടെ പോപ്പുലേഷനെ മറികടക്കാനുള്ള ഒരു കെൽപ്പ് ഇന്ന് ലോകത്തിലുള്ള ഒരു രാജ്യത്തിനും ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രയും പർച്ചേസ് പവറുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് ഇറാൻ എപ്പോഴും ഇന്ത്യയെ നോക്കി കാണുന്നത് ആഫ്റ്റർ വാർ, ഇത് കഴിഞ്ഞാൽ എന്താണ്, അവിടെയാണ് ഇന്ത്യയുടെ മാർക്കറ്റ്. അതുപോലെ ഇറാന്റെ ഉള്ളിൽ ഒരുപാട് റീബിൽഡിങ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് റീബിൽഡിങ്ങും ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. റഷ്യ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഇറാന്റെ ഉള്ളിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചൈന തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ ചൈനയുടെ ഹെൽപ്പിംഗ് മെത്തേഡ് അത് ഇറാൻ അത്ര താല്പര്യമല്ല, അത് സുഖിക്കില്ല ഇറാൻ. കാരണം അതിന്റെ എക്സാമ്പിളാണ് പല രാജ്യങ്ങളും. പാകിസ്ഥാൻ അതിന്റെ എക്സാമ്പിളാണ്, ശ്രീലങ്ക അതിന്റെ എക്സാമ്പിളാണ്. ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ന് ചൈനയുടെ ഡെഡ് ട്രാപ്പിലാണ്. അങ്ങനത്തെ ഒരു ഡെഡ് ട്രാപ്പിൽ പോയി പെടാൻ ഇറാന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇറാൻ നിർത്താതെ എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയ്ക്ക്. കാരണം ഒരു ബാധ്യത വേണ്ട, ബാധ്യത തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വലിയ രീതിയിൽ ഒരു കടക്കണിയിൽ പോയി പെടണ്ട, ഒരു ട്രാപ്പിൽ പോയി വീഴണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇന്ത്യയെ എപ്പോഴും ഫ്രണ്ടാണെന്ന് വിളിച്ച് പറയുന്നത്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവർത്തിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഷിപ്പിന്റെ മേളിൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ പറഞ്ഞത് അത് ബൈ മിസ്റ്റേക്കൻലി സംഭവിച്ചതാണ്. അത് ബൈ മിസ്റ്റേക്കൻലി സംഭവിച്ചൊന്നുമല്ല, അത് പർപ്പസ്ഫുള്ളി നടത്തിയതാണ്. ഇന്ത്യക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ്. കാരണം ഇറാൻ ഓപ്പൺ ചെയ്യുന്ന ഡിപ്ലോമസി കൃത്യമായിട്ട് ഇന്ത്യ സ്വീകരിക്കുന്നില്ല. ഇന്ത്യ അത് അതേപടി സ്വീകരിക്കുന്നില്ല. ഇന്ത്യക്ക് അവിടെ ഒരു ചെറിയ ടിൽറ്റ് ഉണ്ടായിരുന്നു, അമേരിക്കൻ സൈഡിലേക്കുള്ള ഒരു ചായ്വ്. ആ ചായ്വിനെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നിർത്താനാണ്, ഇന്ത്യ ന്യൂട്രൽ ആയിരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ് ഇറാൻ അവിടെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. സെക്കൻഡ് ഡേ തന്നെ ഇന്ത്യയുടെ കപ്പലുകളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ഇറാൻ എൻവോയ് ഖേദം പ്രകടിപ്പിക്കുകയും പുള്ളിക്കാരൻ ഉടനെ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് IRGC കോൺടാക്ട് ചെയ്തു. ഇന്ത്യയുടെ ഷിപ്പ് നെക്സ്റ്റ് ഡേ തന്നെ റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ കാരിയറിനെ ഉടനെ തന്നെ റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഞങ്ങളുടെ ഫ്രണ്ട്ലി നേഷൻ ആണെന്നുള്ളത് ഒന്നുകൂടി ആവർത്തിച്ച് ആ ഒരു ഡിപ്ലോമാറ്റിക് മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഇറാൻ ശ്രമിച്ചത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡിപ്ലോമാറ്റിക് മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ നിലപാട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനുമായിട്ട് ഒരു ന്യൂട്രൽ നിലപാടാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇറാന്റെ സൈഡിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇന്ത്യയുമായിട്ട് ബന്ധം വേണം. കാരണം അവർക്ക് ചൈനയെ ബാലൻസ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബന്ധം വളരെ വളരെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഡെഡ് ട്രാപ്പിൽ ഇറാൻ പോയി പതിക്കും. ഇപ്പൊ റീബിൽഡിങ്ങിലും ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇറാന്റെ ഉള്ളിൽ. അപ്പൊ അവര് ആഫ്റ്റർ വാർ അത് പ്രതീക്ഷിച്ചുകൊണ്ടും അതുപോലെ നെക്സ്റ്റ് 30 ഇയേഴ്സിലേക്കുള്ള ഒരു പ്ലാനാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ ശരിപ്പെടുത്തിയെടുക്കുന്നത്. ഇതിൽ അമേരിക്കയ്ക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല, ഇസ്രായേലിനും സ്ഥാനമില്ല. ഇപ്പം ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രശ്നവും തീർന്ന് അമേരിക്കയുടെ പ്രശ്നവും തീർന്നു. അത്രയേ ഉള്ളൂ ആ യുദ്ധം, വളരെ സിമ്പിളായിട്ട് അവസാനിക്കും. പക്ഷേ ഇവിടെ ഇന്ത്യ ഇറാനിൽ നിന്നും സ്കിപ്പായി പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ പൊസിഷന് വേണ്ടിയിട്ട് അവിടെ ചൈന റെഡി ആയിരിക്കുകയാണ് ഓൾറെഡി. ഇപ്പം നിലവിൽ റഷ്യയുമായിട്ട് മോസ്കോയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളുടെ പോസിബിലിറ്റീസ് നമുക്ക് അവിടെ തള്ളിക്കളയാനാവില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്.
ഇത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ബിയോണ്ട് ഇസ്രായേൽ അമേരിക്ക, അതിനെ മാറ്റി നിർത്തിയിട്ട് വേണം കൃത്യമായിട്ട് ഈ വിഷയത്തിനെ നിങ്ങൾ നോക്കിക്കാണാൻ. എന്നാൽ മാത്രമേ ഇതിന്റെ കാതലായ വിഷയം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ പങ്കുവച്ചത്. ഇപ്പൊ ഇതിനകത്ത് ഇറാൻ അമേരിക്ക യുദ്ധം നിങ്ങൾ നോക്കൂ. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിജയിയെ നമുക്ക് ഇതിനകത്ത് വിലയിരുത്താൻ കഴിയില്ല. കാരണം എന്താണ്, ഇറാന്റേതായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ഡോമിനേഷൻ അവർ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, വേൾഡിലെ ഏറ്റവും ശക്തരായ മിലിറ്ററി പവറുള്ള രാജ്യമായിട്ട് അറിയപ്പെടുന്ന അമേരിക്കയും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇന്റലിജൻസ് കീപ്പ് ചെയ്യുന്ന ഇസ്രായേലും കൂടി ചേർന്നിട്ട് 55 ദിവസമായിട്ട് ഇറാൻ അവരെ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരും, ഇങ്ങനെയും നമുക്ക് നോക്കി കാണാമല്ലോ. അതേസമയം ഇറാന്റെ സുപ്രീം ലീഡർ ഉൾപ്പെടെയുള്ള നിരവധി ലീഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. ഇറാന്റെ നിരവധി അസറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ തന്നെയും നിലവിൽ അമേരിക്കയുടെ പൊസിഷൻ എന്താണ്? അമേരിക്ക ഇപ്പം ഇറാന്റെ ഒരു പ്രൊപ്പോസലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അൻറ്റിൽ അവർ യുദ്ധം തുടങ്ങുന്നത് വരെയും അതാണ് സിറ്റുവേഷൻ. അപ്പൊ ആ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ വിഷയത്തിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.